മീട്ടു ആരോപണം, തുടർച്ചയായ ലൈംഗികാതിക്രമ പരാതികൾ, കഞ്ചാവ് ഉപയോഗം. ഇത്രയും സ്വഭാവ ദൂഷ്യമുള്ളയാളെയാണോ അവാർഡിന് പരിഗണിക്കേണ്ടത്? ഇന്നലെ വ്യാപകമായി ഉയർന്നു വന്ന ഒരു ചോദ്യമാണിത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൽ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരമാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് ലഭിച്ചത്. പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറിയാണ് ഇത്തവണ പുരസ്കാരങ്ങൾ നിർണയിച്ചത്. 128 എൻട്രികളാണ് പ്രാഥമിക ജൂറിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഇത്രയും പേരുണ്ടായിട്ടും ഗുരുതര ലൈംഗികാതിക്രമ പരാതി നേരിടുന്ന ഒരാളെ എന്തിന് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു എന്ന ചോദ്യമാണ് ഉയർന്നത്. വയലാറിനും ONVയ്ക്കും പി ഭാസ്കരനും ശ്രീകുമാരൻ തമ്പിക്കും കാവാലം നാരായണ പണിക്കനുമൊക്കെ ലഭിച്ചിരുന്ന അവാർഡാണ് ഇപ്പോൾ വേടന് ലഭിച്ചത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തരം താഴപ്പെട്ടുവെന്ന് ആക്ഷേപം ഉന്നയിക്കുന്നവരും ഏറെയാണ്. ഇത്തരത്തിൽ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന ആളുകളെ അവാർഡിന് പരിഗണിക്കുന്ന പതിവ് ഇല്ല. എന്നാൽ ഇക്കുറി സംസ്ഥാന ചലച്ചിത്ര പ്രഖ്യാപനത്തിലൂടെ സ്ത്രീകളോട് സ്ഥിരമായി ലൈംഗികാതിക്രമം നടത്തുന്നയാളും കഞ്ചാവ് പോലെ മാരക ലഹരി കേസിൽ പിടിയിലായ ആളെ പുരസ്കാരം നൽകി ആദരിക്കുന്നതിലൂടെ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന ആരോപണമാണ് ഉയർന്നത്. 2021 വേടനെതിരെ മീടു വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. സംവിധായകൻ മുഹ്സിൻ പരാരിയുടെ ഫ്രം എ നേറ്റീവ് ഡോട്ടർ എന്ന ആൽബത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് വേടനെതിരെ ലൈംഗികാരോപണം ഉയർന്നത്. പിന്നീട് വേടൻ മാപ്പു പറഞ്ഞ് തലയൂരി. പിന്നീടാണ് പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ വേടനെതിരെ വനം വകുപ്പ് കേസെടുത്തത്. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടനെതിരെ നിലവിലെ തെളിവുകൾ അനുസരിച്ച് പ്രഥമ ദൃഷ്ട്യാ വനം വകുപ്പിന് കുറ്റകൃത്യം തെളിയിക്കാനായിട്ടില്ല. റാപ്പർ വേടനെതിരെ സമാനമായ കുറ്റകൃത്യവുമില്ല. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വേടന് ജാമ്യം അനുവദിച്ചത്. പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി 5 തവണ പീഡിപ്പിച്ചുവെന്ന് വേടനെതിരെ യുവ ഡോക്ടർ പരാതി നൽകി. തുടർന്ന് വേടനെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് മുൻകൂർ ജാമ്യം ഉണ്ടായിരുന്നതിനാൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വേടനെ വിട്ടയച്ചു. പിന്നാലെ സംസ്ഥാനത്തിന് പുറത്തു പഠിക്കുന്ന 2 പേരാണ് 2020-21 കാലഘട്ടത്തിൽ വേടൻ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് ആരോപിച്ച് രംഗത്ത് വന്നത്. തൃക്കാക്കര പോലീസ് എടുത്ത കേസിന് പിന്നാലെയാണ് റാപ്പർ വേടനെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നത്. ദളിത് സംഗീതത്തിൽ ഗവേഷണം ചെയ്യാനായി വിവരം തേടി ഫോണിൽ ബന്ധപ്പെട്ട യുവതിയെ 2020 ഡിസംബറിൽ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി വേടൻ അതിക്രമം നടത്തിയെന്നാണ് ആദ്യത്തെ പരാതി. ആദ്യം എതിർത്ത തന്നെ കടന്നു പിടിച്ചുവെന്നും ഉപദ്രവിച്ചുവെന്നുമാണ് യുവതിയുടെ ആരോപണം. തന്റെ കലാപരിപാടികൾ ഇഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് താല്പര്യമെടുത്ത് ബന്ധം സ്ഥാപിച്ച വേടൻ പിന്നീട് ക്രൂരമായി അതിക്രമം നടത്തിയെന്നാണ് മറ്റൊരു യുവതിയുടെ പരാതി. സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്ന യുവതിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. 2 സംഭവങ്ങളും 2020-21 കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. ഇപ്പോൾ പരാതിയുമായി എത്തിയ 2 യുവതികളും 2021 വേടനെതിരെ മീടു വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി പരാതികൾ വരുന്നത് തന്നെ സംഘടിതമായി തകർക്കാനുള്ള നീക്കമാണെന്ന് നേരത്തെ തന്നെ വേടൻ ആരോപിച്ചിരുന്നു. ഇപ്പോൾ സർക്കാർ പുരസ്കാരം നൽകി ആദരിച്ചതിലൂടെ ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാരോടൊപ്പമാണെന്ന് തെളിയിക്കുകയാണ്. റാപ്പർ വേടന് ബലാത്സംഗ കേസിലെ ജാമ്യ വ്യവസ്ഥയിൽ കോടതി ഇളവ് അനുവദിച്ചിരുന്നു. വിദേശത്ത് സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നതിനാണ് കോടതി ഇളവ് നൽകിയത്. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിലെ മുൻകൂർ ജാമ്യത്തിലെ രാജ്യം വിട്ടുപോകരുത് എന്ന വ്യവസ്ഥയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. കോടതി വിധിയും പുരസ്കാരവും ഒരു ദിവസം ലഭിച്ചതോടെ വേടന് ഇരട്ടി സന്തോഷിക്കാം.